നരേന്ദ്രമോദിക്ക് വിശ്വഗുരുവാകാൻ കഴിയില്ലെന്ന സന്ദേശം നൽകുകയാണ് ബി.ജെ.പി. നേതാവും കേന്ദ്ര ഗതാഗത മന്ത്രിയുമായ നിതിൻ ഗഡ്കരി. നരേന്ദ്രമോദിക്കെതിരെ RSS തൊടുത്തുവിട്ട ഗാന്ധിവമായി ഗഡ്കരി വീണ്ടും വീണ്ടും രംഗത്തെത്തുകയാണ്. RSSും ബി.ജെ.പിയും തമ്മിൽ വലിയ പോരിലാണെന്ന സത്യം തിരിച്ചറിയാൻ നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവനകൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നരേന്ദ്രമോദിയുടെ മത വിരുദ്ധതയെയും സാമൂഹിക സൗഹാർദ്ദമില്ലായ്മയെയും അതിനിശിതമായി വിമർശിക്കുകയാണ് ഗഡ്കരി. ഭരണാധികാരി ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണമെന്നും എഴുത്തുകാരും ബുദ്ധിജീവികളും അഭിപ്രായങ്ങൾ ഭയമില്ലാതെ തുറന്നു പറയണമെന്നും ഗഡ്കരി പറയുന്നുണ്ട്. പൂനെയിൽ നടന്നൊരു പുസ്തക പ്രകാശന ചടങ്ങിൽ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും പിന്തുണച്ച് സംസാരിച്ച ഗഡ്കരിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഒറ്റക്കാര്യം മാത്രമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നാണക്കേട് സംഭവിച്ച ബി.ജെ.പിയെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോൽവി കാത്തിരിക്കുന്നു എന്നതാണ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ താരപ്രചാരകനാണ് നിതിൻ ഗഡ്കരി. ഒരാളുടെ വ്യക്തിത്വം, മതം, ജാതി, ഭാഷ എന്നിവ നോക്കി നിശ്ചയിക്കുന്ന രീതി ഭരണാധികാരികൾ നടത്താൻ പാടില്ലെന്ന് അതിനിശിതമായ വിമർശനം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമായത്. വ്യത്യസ്ത അഭിപ്രായങ്ങളെ മാനിക്കാത്ത ഒരാൾക്ക് ഭരണാധികാരിയാൻ സാധിക്കില്ല. ജാതി മത വേർതിരിവുകളും തൊട്ടുകൂടായ്മയും നിലനിൽക്കുന്നിടത്തോളം കാലം രാജ്യത്ത് പുരോഗതി ഉണ്ടാവില്ല. മതവിശ്വാസം വ്യക്തിപരമായ തീരുമാനമാണെന്നും സാമൂഹിക സൗഹാർദ്ദത്തിൽ അടിയുറച്ചു നിന്നാൽ മാത്രമേ വിശ്വഗുരുവാകാൻ സാധിക്കുകയുള്ളൂ എന്നും നിതിൻ ഗഡ്കരി അടിവരയിട്ട് പറയുന്നുണ്ട്. തുടർച്ചയായ ഗുരുതര വിമർശനങ്ങൾ ഗഡ്കരി ഉയർത്തുമ്പോഴും പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നരേന്ദ്രമോദി ഇപ്പോഴും നിൽക്കുന്നത്.